ഞാൻ മലാല യൂസഫ്സായി അല്ല, ഞാൻ മലാല അല്ലേ അല്ല. കാരണം എനിക്കെന്റെ സ്വന്തം മണ്ണിൽ നിന്ന് ഓടി ഒളിക്കേണ്ടി വരില്ല. എന്റെ രാജ്യമായ ഇന്ത്യയിൽ, എന്റെ നാടായ കശ്മീരിൽ ഞാൻ സ്വതന്ത്രയാണ്, ഞാൻ സുരക്ഷിതയാണ്. കശ്മീരിലെ അടിച്ചമർത്തലുകളെക്കുറിച്ച് കഥകൾ മെനയുന്നവരോടും അത് വിശ്വസിക്കുന്നവരോടും ഞാൻ വിയോജിക്കുന്നു. അവരോട് ഇന്ത്യയും കശ്മീരും സന്ദർശിക്കണമെന്നേ എനിക്ക് പറയാനുള്ളൂ. UK പാർലമെന്റ് മന്ദിരത്തിൽ ഉയർന്നു കേട്ട ഈ കശ്മീരി സ്ത്രീ ശബ്ദം ആക്ടിവിസ്റ്റും യൂട്യൂബറുമായ യാന മിറിന്റേതായിരുന്നു. കശ്മീരിലുള്ളവർ അടിച്ചമർത്തപ്പെടുന്നു, ആർട്ടിക്കിൾ 370 നീക്കം ചെയ്തതോടെ കശ്മീർ ഇരുളിൽ, ഇന്ത്യൻ ആർമി ചെയ്യുന്നത് അത്രയും മോശം മുതലായ കഥകൾ വിദേശത്ത് നിന്ന് കെട്ടിച്ചമച്ചാണെന്ന് ബ്രിട്ടീഷ് പാർലമെന്റ് അംഗങ്ങളുടെ മുന്നിൽ വെച്ച് യാന മിർ പറഞ്ഞു. അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ കശ്മീർ വാർത്തകൾക്ക് ലഭിക്കുന്ന പ്രാധാന്യത്തെയും അവർ വിമർശനാത്മകമായി കണ്ടു. വിദേശ പാർലമെന്റിൽ വിശിഷ്ട വ്യക്തികളുടെ സാന്നിധ്യത്തിൽ തന്നെ മാധ്യമങ്ങളെ ഞങ്ങളുടെ പിന്നാലെ നടക്കുന്നതൊന്ന് നിർത്തൂ, ഞങ്ങളൊന്ന് സമാധാനത്തോടെ ജീവിച്ചോട്ടെ എന്ന് യാന ഉറച്ചു പറഞ്ഞു. I will never need to run away from my homeland and seek refuge in your country, honorable MPs. I will never even ever be a Malala Yousafzai. But I object to Malala Yousafzai defaming my country, my progressing homeland, by calling it oppressed. I object to all such toolkit members on social media and from foreign media who've never cared to visit Indian Kashmir but fabricate stories of oppression from there. I urge you all to stop polarizing Indians on grounds of religion. We won't allow you to break us. യാനയുടെ ഈ പ്രസംഗം ആഗോള വാർത്താ ചർച്ചകളിലെ കശ്മീരിന്റെ വാർപ്പ് മാതൃകയെ ഉടച്ചുകളയുകയായിരുന്നു എന്നതിനെക്കുറിച്ച് 2 ദിവസമായി സോഷ്യൽ മീഡിയയിലടക്കം 2 അഭിപ്രായങ്ങളുണ്ട്. എന്നിരിക്കലും UK-യിൽ യാനയ്ക്ക് കിട്ടിയ സ്വീകരണം രാജകീയമായിരുന്നു. എന്നാൽ നാട്ടിൽ മടങ്ങിയെത്തിയ അവർ ഡൽഹി എയർപോർട്ടിൽ നേരിട്ട ചില ദുരനുഭവങ്ങൾ വിശദീകരിച്ചു. താൻ കയ്യിൽ കരുതിയ ലൂയി വിറ്റോൺ ഷോപ്പർ ബാഗിനെ കുറിച്ച് ചില അസുഖകരമായ ചോദ്യങ്ങൾ നേരിടേണ്ടി വന്നെന്നാണ് ഇവരുടെ ആക്ഷേപം. UK-യിലെ പ്രസംഗത്തിന്റെയും തുടർന്നുണ്ടായ ഷോപ്പർ ബാഗ് വിവാദത്തിന്റെയും പേരിൽ 2 ദിവസമായി സോഷ്യൽ മീഡിയ ചർച്ച ചെയ്യുന്ന യാന മിർ ശരിക്കും ആരാണ്? ജമ്മു കാശ്മീർ യൂത്ത് സൊസൈറ്റിയുമായി ബന്ധമുള്ള യാന മിർ ജമ്മു കാശ്മീർ സ്റ്റഡി സെന്റർ UK സംഘടിപ്പിച്ച സങ്കൽപ് ദിവസ് എന്ന പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കാനാണ് ലണ്ടനിലെത്തിയത്. കശ്മീരിനെ കുറിച്ച് കഥകൾ മെനയരുതെന്നും ആരോ മെനഞ്ഞ കഥകൾ വിശ്വസിക്കരുതെന്നുമുള്ള അഭ്യർത്ഥനയാണ് യാനയുടെ പ്രസംഗത്തിൽ മുഴച്ചു നിന്നത്. അന്താരാഷ്ട്ര വേദികളിൽ തന്റെ രാജ്യത്തെ അപകീർത്തിപ്പെടുത്തുന്നതിൽ നിന്ന് വിട്ടുനിൽക്കാൻ UK-യിലും പാകിസ്ഥാനിലുമുള്ളവരോട് മിർ അഭ്യർത്ഥിച്ചു. ഞങ്ങളുടെ പിന്നാലെ വരുന്നത് നിർത്തൂ, എന്റെ കാശ്മീർ സമൂഹത്തെ സമാധാനത്തോടെ ജീവിക്കാൻ അനുവദിക്കൂ എന്നാണ് അവർ പറഞ്ഞത്. ജമ്മു കാശ്മീർ മേഖലയിലെ വൈവിധ്യം പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള പരിശ്രമത്തിന് യാന മിറിന് ഡൈവേഴ്സിറ്റി അംബാസിഡർ അവാർഡും അവിടെ വെച്ച് ലഭിച്ചിരുന്നു. UK പാർലമെന്റിനെ അമ്പരിപ്പിച്ച ഈ പ്രസംഗത്തിന് ശേഷം മടങ്ങിയെത്തിയപ്പോഴാണ് ഇന്റർനെറ്റ് സെൻസേഷനായ എയർപോർട്ട് സംഭവം അരങ്ങേറിയത്. അന്താരാഷ്ട്ര ലക്ഷറി ബ്രാൻഡായ ലൂയി വിറ്റോണിന്റെ ഷോപ്പിംഗ് ബാഗുകൾ കയ്യിൽ വെച്ചതിന് ചില അശുഭകരമായ ചോദ്യങ്ങൾ ഡൽഹി വിമാനത്താവളത്തിൽ നിന്ന് നേരിട്ടെന്നാണ് എക്സിൽ വീഡിയോ ഉൾപ്പെടെ പങ്കുവച്ച് യാന മിർ പറയുന്നത്. ബാഗ് തുറക്കൂ, എന്തിനാണ് ലൂയി വിറ്റോൺ ബാഗുകൾ വാങ്ങിയത്? ഇത് നിങ്ങൾ പണം കൊടുത്തു വാങ്ങിയതാണോ? ബില്ലെവിടെ? തുടങ്ങിയ ചോദ്യങ്ങൾ തനിക്ക് നേരിടേണ്ടി വന്നെന്നാണ് ആക്ഷേപം. ഒരു പടി കൂടി കടന്ന് ലണ്ടൻ തന്നെ ഇന്ത്യൻ മീഡിയ പോരാളിയായി കരുതി ബഹുമാനിക്കുമ്പോൾ ഡൽഹി കസ്റ്റംസ് തന്നെ ഒരു ബ്രാൻഡ് കള്ളക്കടത്തുകാരിയെന്ന് മുദ്ര കുത്തുന്നുവെന്നാണ് മിറിന്റെ ആക്ഷേപം. എയർപോർട്ടിലെ പരിശോധനയിൽ യാന കുറച്ച് ഓവർ റിയാക്ട് ചെയ്തെന്ന് കരുതുന്ന ചർച്ചകളും സോഷ്യൽ മീഡിയയിൽ ഉയരുന്നുണ്ട്. ഒരു ദേശീയവാദിയാണെന്ന് കരുതി കസ്റ്റംസിന് പരിശോധിക്കാതിരിക്കാനാകില്ലെന്നാണ് ഒരു കമന്റ്. നിയമങ്ങൾ എല്ലാവർക്കും ഒരുപോലെ ആകുമല്ലോ, ഇതൊക്കെ ഞങ്ങളും നേരിട്ടിട്ടുള്ളതാണെന്ന് പല എക്സ് ഉപയോക്താക്കളും പറയുന്നുണ്ട്. നിങ്ങൾ പറഞ്ഞതുപോലെ ഇന്ത്യ മഹാരാജ്യത്ത് എല്ലാവരും സ്വതന്ത്രരും സുരക്ഷിതരുമായിരിക്കുന്നത് ഇത്തരം പരിശോധനകൾ നടക്കുന്നതുകൂടി കൊണ്ടാണെന്ന് മറ്റു ചിലരും പറയുന്നു. ശ്രീനഗറിൽ ജനിച്ചു വളർന്ന ഒരു മാധ്യമ പ്രവർത്തകയും യൂട്യൂബറും ടെഡെക്സ് സ്പീക്കറുമാണ് യാന മിർ. ഫസ്റ്റ് പോസ്റ്റിലെ ഒരു എഴുത്തുകാരിയായി കരിയർ ആരംഭിച്ച മിർ പിന്നീട് ITV നെറ്റ്വർക്കിലെ എഡിറ്ററായി പ്രവർത്തിച്ചു. പിന്നീട് TRK ന്യൂസിന്റെ എഡിറ്റർ ഇൻ ചീഫായി ഉയരാനും ഇവർക്ക് സാധിച്ചു. ജമ്മു കാശ്മീരിലെ ആദ്യ വനിതാ ബ്ലോഗർ എന്ന നിലയിലാണ് മിറിന് ഇന്ത്യയിലാകെയും ലോകമെമ്പാടും പ്രശസ്തി ലഭിച്ചത്. 2 ലക്ഷത്തിലധികം സബ്സ്ക്രൈബേഴ്സാണ് ഇവർക്ക് യൂട്യൂബിലുള്ളത്. ഇതോടൊപ്പം തന്നെ ഓൾ JK യൂത്ത് സൊസൈറ്റി എന്ന യുവജന സംഘടനയുടെ വൈസ് പ്രസിഡന്റായി കശ്മീരിലെ ജനങ്ങൾക്കായി ക്ഷേമ പ്രവർത്തനങ്ങളും ഇവർ നടത്തിവരുന്നുണ്ട്. പാകിസ്ഥാനി വിദ്യാഭ്യാസ പ്രവർത്തകയും നൊബേൽ സമ്മാന ജേതാവുമായ മലാല യൂസഫ്സായിയോട് വിയോജിപ്പുകൾ മുന്നോട്ട് വെച്ചതിനാൽ കൂടിയാണ് മിറിന്റെ UK പ്രസംഗം
അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെട്ടത്. തന്റെ രാജ്യത്തെക്കുറിച്ച് അപകീർത്തിപ്പെടുത്തുന്ന വിധത്തിൽ സംസാരിച്ചുവെന്നും തന്റെ നാടിനെ അടിച്ചമർത്തപ്പെട്ട നാടെന്ന് മലാല ഉൾപ്പെടെയുള്ളവർ വിളിച്ചുവെന്നുമാണ് മിറിന്റെ പരാതി. തീവ്രവാദത്തെ പേടിച്ച് തനിക്ക് ഒരിക്കലും മറ്റൊരു രാജ്യത്തേക്ക് പോകേണ്ടി വരില്ലെന്നും തന്റെ രാജ്യം തീവ്രവാദത്തെ ഒറ്റക്കെട്ടായി ചെറുക്കുമെന്നും മിർ പറയുന്നു. This year on Sankalp Divas, all I hope for is that our perpetrators living in UK and Pakistan will stop maligning my country in international media, on international human rights forums. Stop unwanted selective outrage. Stop trying to polarize Indian society remotely from your cozy UK living rooms. Thousands of Kashmiri mothers have lost their sons already because of this dark hole of terrorism. Stop coming after us. Let my Kashmiri community live in peace. സോഷ്യൽ മീഡിയയിൽ നിന്നും വിദേശ മാധ്യമങ്ങളിൽ നിന്നും എന്തെങ്കിലും കേട്ട് മനസ്സിലാക്കി മതത്തിന്റെ പേരിൽ ഇന്ത്യയെ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുന്ന എല്ലാവരെയും താൻ വെറുക്കുന്നുവെന്നും ലണ്ടൻ പ്രസംഗത്തിൽ മിർ പറഞ്ഞു. പുറത്തുനിന്നുള്ള ഇത്തരം പ്രവർത്തനങ്ങൾ ഇന്ത്യൻ സമൂഹത്തെ ധ്രുവീകരിക്കാനാണ് ഉപകരിക്കുകയെന്ന് മിർ പറയുന്നു. തീവ്രവാദം കാരണം ഇപ്പോൾ തന്നെ കശ്മീരിലെ നിരവധി അമ്മമാർക്ക് അവരുടെ കുട്ടികളെ നഷ്ടമായി. ഇനി ഞങ്ങളുടെ പുറകെ വരുന്നത് നിർത്തണമെന്നും ഞങ്ങൾ സമാധാനത്തോടെ ജീവിക്കട്ടെ എന്നും അവർ പറഞ്ഞു. കശ്മീരിന് പ്രത്യേക പദവി നൽകുന്ന ആർട്ടിക്കിൾ 370 എടുത്തു കളഞ്ഞത് കശ്മീരിന് വളരെയേറെ പ്രയോജനം ചെയ്തെന്ന് മിർ തന്റെ പ്രസംഗത്തിൽ പറഞ്ഞിരുന്നു. മെച്ചപ്പെട്ട സുരക്ഷാ നടപടികൾ, സർക്കാർ സംരംഭങ്ങൾ, വർദ്ധിച്ച ധനസഹായം എന്നിവ നല്ല മാറ്റത്തിന്റെ സൂചകങ്ങളായി മിർ ചൂണ്ടിക്കാട്ടി. സൈന്യത്തെ അപകീർത്തിപ്പെടുത്താൻ ലക്ഷ്യമിട്ടുള്ള അപവാദ പ്രചരണങ്ങളെ സൈന്യത്തിന്റെ നല്ല പ്രവർത്തനങ്ങളിലൂടെ തോൽപ്പിക്കാൻ സാധിച്ചെന്നും മിർ പറഞ്ഞു. ജമ്മു കശ്മീരിലെ മുഴുവൻ പ്രദേശവും ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണെന്ന ഇന്ത്യയുടെ പ്രഖ്യാപനം ശക്തമായിരുന്നെന്നും അവർ കൂട്ടിച്ചേർത്തു. അതിനിടെ ഇന്ത്യയെ അപകീർത്തിപ്പെടുത്താൻ പാകിസ്ഥാൻ ശ്രമങ്ങൾ നടത്തുന്നുവെന്ന് സൂചിപ്പിച്ച് പ്രസംഗം നടത്തിയ മിറിന് പാകിസ്ഥാനിൽ നിന്ന് ഭീഷണികൾ വരുന്നുണ്ടെന്ന് കശ്മീരിലെ BJP മീഡിയ ഇൻചാർജ് സാജിദ് യൂസഫ് ഷാ എക്സിലൂടെ അറിയിച്ചു. ഭീഷണിയിൽ മിറിന് പിന്തുണ നൽകുന്നതായും കശ്മീർ BJP അറിയിച്ചു. മതത്തിന്റെ പേര് പറഞ്ഞ് ഭിന്നിപ്പിക്കുന്ന തരത്തിലുള്ള സെലക്റ്റീവായ നീതിക്കായുള്ള പക്ഷം പിടിക്കൽ കശ്മീർ ജനതയുടെ നല്ലതിനെ ഓർത്ത് അവസാനിപ്പിക്കണമെന്ന മിറിന്റെ പ്രസ്താവനയോട് യോജിക്കുന്നവരും വിയോജിക്കുന്നവരുമുണ്ട്. പുറത്തുനിന്നും കശ്മീരിന് നീതി തേടിയുള്ള ഇടപെടലുകൾ ഒന്നും വേണ്ടെന്നാണോ മിറിന്റെ അഭിപ്രായമെന്ന ചോദ്യങ്ങൾ ഈ ലണ്ടൻ പ്രസംഗം ഉയർത്തുന്നു. കശ്മീർ മുസ്ലിങ്ങൾ അനുഭവിക്കുന്ന യഥാർത്ഥ പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ മിറിനാകില്ലെന്നും യാന മിർ മുസ്ലിമല്ലെന്നും അവരുടെ യഥാർത്ഥ പേര് യാന മിർചാന്ദിനി എന്നാണെന്നും സോഷ്യൽ മീഡിയയിൽ ചിലർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഈ വിവരങ്ങൾ സ്ഥിരീകരിച്ചവയല്ല. UK പാർലമെന്റ് അംഗങ്ങൾ, പ്രാദേശിക കൗൺസിലർമാർ, കമ്മ്യൂണിറ്റി നേതാക്കൾ, വിവിധ സംഘടനകളിൽ നിന്നുള്ള പ്രതിനിധികൾ എന്നിവരുൾപ്പെടെ 100-ലധികം പേരാണ് സങ്കൽപ് ദിവസ് പരിപാടിയിൽ പങ്കെടുത്തത്. മുൻപ് പാകിസ്ഥാനെക്കുറിച്ചുള്ള ഒരു പരാമർശത്തിന്റെ പേരിലാണ് മിർ സോഷ്യൽ മീഡിയ ചർച്ചകളിലും വാർത്തകളിലും ഇടം പിടിച്ചിരുന്നത്. ഇന്ത്യയും കശ്മീരും സന്തുഷ്ടരായ വിവാഹ ജീവിതം നയിക്കുന്നവരാണെങ്കിൽ പാകിസ്ഥാൻ അവരെ വളയ്ക്കാൻ ശ്രമിക്കുന്ന കാമുകനാണെന്നായിരുന്നു ഒരു ഓൺലൈൻ ചർച്ചയ്ക്കിടെ അവരുടെ പരാമർശം. ഹിജാബ് ധരിക്കലിനെ കുറിച്ചുള്ള മിറിന്റെ പ്രസ്താവനയും നാളുകൾക്ക് മുമ്പ് വിവാദമായിരുന്നു. സ്ത്രീ ശരീരം വെളിപ്പെടുത്തുന്നത് ഒരു മതമോ മാന്യമായ സംസ്കാരങ്ങളോ വിലമതിക്കുന്നില്ല. എന്നാൽ കണ്ണുകൾ മാത്രം വെളിപ്പെടുത്തുകയും ബാക്കി ഭാഗങ്ങളൊക്കെ കറുപ്പു തുണികൊണ്ട് മൂടുകയും ചെയ്യണമെന്ന് പറയുന്നത് ഒരുതരം അപകർഷതാബോധവും അരക്ഷിതാവസ്ഥയുമായി കാണാനാകുമെന്ന് മിർ മുൻപ് പറഞ്ഞിരുന്നു.